2024 മാർച്ച് നടക്കുന്ന +1 എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 8 മാർക്കിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 8 മാർക്കിന് ആവർത്തിച്ച് വരുന്നതും 5 മാർക്കിനും 4 മാർക്കിനും 3 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും മാധ്യം, മാധ്യാങ്കം, ബഹുലകം എന്നിവ കണക്കാക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് എക്കണോമിക്സിലെ മാർക്കും കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. ക്ലാസ് ആയിട്ട് തന്നത് എക്കണോമിക്സിൽ കിട്ടിയ മാർക്കാണ്. ഫ്രീക്വൻസി ആയിട്ട് തന്നത് കുട്ടികളുടെ എണ്ണമാണ്. ഇവിടെ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80 എന്നിങ്ങനെ ക്ലാസും ഫ്രീക്വൻസി അഥവാ കുട്ടികളുടെ എണ്ണം 5, 15, 18, 12, 20, 15, 7, 3 എന്നിങ്ങനെയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാധ്യം, മാധ്യാങ്ക, ബഹുലകം മീനും മീഡിയം മോഡും കാണണം. മീൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ. മീഡിയം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എം ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു ഐ. മീനും മീഡിയം തന്നു കഴിഞ്ഞാൽ മോഡ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? മോഡ് ഈക്വൽ ടു 3m മൈനസ് 2 എക്സ് ബാർ, അതായത് 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീന്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീനും മീഡിയം മോഡും കിട്ടും. ഇത് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ്. എല്ലാ പബ്ലിക് എക്സാമിനും 8 മാർക്കിന് മീനും മീഡിയം മോഡും കാണാൻ വേണ്ടി തരാറുണ്ട്. അപ്പൊ നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ മുമ്പ് പ്രീവിയസ് ചെയ്തുള്ള വീഡിയോസ് അതിന്റെ ലിങ്ക് ആയിട്ട് ഞാൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. നിങ്ങളിതൊന്ന് സ്വന്തമായിട്ട് ആദ്യം ചെയ്ത് നോക്കുക. ഇതിനെന്ത് ചെയ്താൽ മതി? അതിന് കമന്റ് ബോക്സിൽ കയറിയിട്ട് അതിന്റെ ആൻസർ കണ്ടെത്തിയാൽ മതി. കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമായിരുന്നു. ഞാൻ കഴിഞ്ഞ പബ്ലിക് എക്സാമിന്റെ ആൻസർ ചെയ്തിട്ടുള്ളതിൽ ഇതിന് ആൻസർ ഞാൻ ശരിക്കും വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. 1991 ഇന്ത്യയിൽ കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ ഉദാരവൽക്കരണ നയ നടപടികൾ വിശകലനം ചെയ്യുക. ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷന് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന 8 മാർക്കിന് ചോദ്യങ്ങൾ മറ്റൊന്നാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യം ഉദാരവൽക്കരണത്തെ കുറിച്ചാണ്. ഇതിന്റെ വീഡിയോസ് നമ്മൾ മുമ്പ് ഒരുപാട് തവണ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ത്രിതല സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ആ 3 സമീപനങ്ങൾ ഏതെല്ലാം? അവ വിശകലനം ചെയ്യുക. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 8 മാർക്കിന് അതായിരിക്കും ചോദിക്കുക, ദാരിദ്ര്യത്തിന് കാരണങ്ങൾ എന്താണെന്ന്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഏതാണെന്ന്. അത് എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രാവശ്യവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നമ്മൾ കൊണ്ടുവന്ന പരിപാടികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികളും, 2 ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയും ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, അതായത് സ്കൂളുകളിൽ നിന്നും റേഷൻ കടകളിൽ നിന്നൊക്കെ ഭക്ഷണം കിട്ടുക, അതായത് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക. പിന്നെ റേഷൻ കടകളിൽ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ അരിയും സാധനം കിട്ടുക. പിന്നെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക അംഗനവാടികൾ വഴി അരിയും സാധനങ്ങൾക്ക് വിതരണം ചെയ്യുക. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ എന്ന് പറഞ്ഞാല്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? വിധവകൾക്ക്, അല്ലെങ്കിൽ പ്രായമായവർക്ക്, അല്ലെങ്കിൽ രക്ഷിതാക്കളില്ലാത്ത കുട്ടികൾക്കൊക്കെ എന്നൊക്കെ ഗവൺമെന്റിന് ആനുകൂല്യം കിട്ടാറുണ്ട്. ഇതിനൊക്കെ നമ്മൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എക്സാമിന് എന്തായാലും ചോദിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ കുറിച്ച്. അതും എന്തായാലും പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. നല്ല രീതിയിൽ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇത് നമ്മൾ മുമ്പ് പ്രീവിയസ് വീഡിയോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എക്സാമിന് ഒരുവിധമൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും 8 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം എന്താണ് സുസ്ഥിര വികസനത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് സുസ്ഥിര വികസനം മാത്രം ബേസ് ചെയ്തുള്ള ഒരു വീഡിയോസ് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നിരിക്കുന്ന നമ്മളെ യൂട്യൂബിലെ ചാനലിൽ കയറിയിട്ട് എല്ലാ വീഡിയോസും മുഴുവനായിട്ട് കണ്ട് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് മീനും മീഡിയം മോഡും കാണാൻ വേണ്ടി ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളെ ദാരിദ്ര്യം നീക്കം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച ദാരിദ്ര്യ നയ നിർമ്മാർജ്ജന പരിപാടികളും സുസ്ഥിര വികസനത്തെ കുറിച്ചൊക്കെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ലെസ് ദാൻ ഉജ്ജീവും മോർ ദാൻ ഉജ്ജീവും 5 മാർക്കിന് ചോദിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം 8 മാർക്കിന് ചോദിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ പബ്ലിക് എക്സാമിന് 8 മാർക്കിന് ആവർത്തിച്ച് വരികയുള്ളൂ. നല്ല രീതിയിൽ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക.